ട്രംപിന്റെ നയങ്ങളും മാറുന്നു, അനിശ്ചിതത്വം കൂടുന്നു. ഏഷ്യൻ വിപണികൾ ഭിന്നദിശകളിൽ, പണനയം നാളെ രാവിലെ, റീപോ നിരക്ക് കുറഞ്ഞേക്കും. ട്രംപിന്റെ നയങ്ങളും മാറുന്നു, അനിശ്ചിതത്വം കൂടുന്നു. ഏഷ്യൻ വിപണികൾ ഭിന്നദിശകളിൽ, പണനയം നാളെ രാവിലെ, റീപോ നിരക്ക് കുറച്ചേക്കും. ഡോളറിന്റെ ദൗർബല്യവും വാണിജ്യയുദ്ധ ഭീഷണിയും രാജ്യാന്തര സംഘർഷഭീതിയും സ്വർണ്ണവില ഉയർത്തുന്നു. വിപണികൾ അനിശ്ചിതത്വം മുന്നിൽ കാണുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ കാര്യത്തിൽ കടുംപിടുത്തം തുടരുന്നതും നയങ്ങൾ അടിക്കടി മാറ്റുന്നതും അനിശ്ചിതത്വം കൂട്ടുകയാണ്. സ്റ്റീലിനും അലൂമിനിയത്തിനും ചുങ്കം 50% അമേരിക്കയുടെ ശരാശരി ഇറക്കുമതി ചുങ്കം 17.3%. ഡിസംബറിൽ ഇത് 2.4%. ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള സംഭാഷണം ഇന്ന് നടക്കുമെന്ന് അറിവായിട്ടില്ല. ഷിയുമായി ധാരണ ഉണ്ടാക്കൽ എളുപ്പമല്ലെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. വ്യാപാര കരാർ സംബന്ധിച്ച ഇന്ത്യ-യുഎസ് ചർച്ച കാര്യമായ പുരോഗതി നേടിയിട്ടില്ല. യുഎസ് സ്റ്റീലിന് ചുങ്കം കൂട്ടിയതിനെതിരെ ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ പരാതി നൽകിയത് ശ്രദ്ധേയമാണ്. യുഎസിലെ സ്വകാര്യ മേഖലാ തൊഴിലവസരങ്ങൾ പ്രതീക്ഷ പോലെ കൂടാത്തതു ഡോളറിനെ ദുർബലമാക്കി. ഇത് സ്വർണ്ണത്തെ ഉയർത്തി. റിസർവ് ബാങ്കിന്റെ പണനയം നാളെ രാവിലെ പ്രഖ്യാപിക്കും. റീപോ നിരക്ക് 0.5% കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ. വായ്പകൾ വർദ്ധിപ്പിക്കാൻ തക്ക നടപടികളും റിസർവ് ബാങ്കിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി ബുധനാഴ്ച രാത്രി 24,747 ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ 24,730 വരെ താഴ്ന്നു. ഇന്നു വിപണി കാര്യമായ മാറ്റയില്ലാതെ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിദേശ വിപണി. യൂറോപ്യൻ വിപണികൾ ബുധനാഴ്ച മികച്ച നേട്ടത്തിലായി. യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര പ്രതിനിധി യുഎസ് വ്യാപാര പ്രതിനിധിയുമായി പാരീസിൽ നടത്തിയ ചർച്ച ആശാവഹമായ രീതിയിൽ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അമേരിക്ക സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതിക്ക് ചുങ്കം 50%മാക്കിയതിനെപ്പറ്റി യൂറോപ്യൻ വിപണിക്കു തൽക്കാലം ആശങ്കയില്ല. മറിച്ച് സ്റ്റീൽ, അലൂമിനിയം വില കുറയും എന്ന സാധ്യത വിപണിയെ ആശ്വസിപ്പിക്കുന്നു. യുഎസ് വിപണി ബുധനാഴ്ച ചാഞ്ചാട്ടത്തിലായിരുന്നു. ഡൗ 4 ദിവസത്തെ കയറ്റത്തിനു ശേഷം ഇന്നലെ അല്പം താഴ്ന്നു. S&P നാമമാത്ര മാറ്റത്തോടെ അവസാനിച്ചു. ടെഗ് ഓഹരികൾ ഉയർന്നപ്പോൾ നാസ്ഡാക്ക് നേട്ടം കുറിച്ചു. മെയ് മാസത്തിൽ യുഎസിലെ സ്വകാര്യ മേഖലാ ജോലികളിലുണ്ടായ വർധന 37,000 മാത്രമാണെന്ന കണക്കുകൾ പുറത്തുവന്നു. പ്രതീക്ഷിച്ചത് 1.1 ലക്ഷം വർധനയാണ്. സാമ്പത്തിക രംഗത്തെപ്പറ്റി ആശങ്ക വളർത്തുന്നതായി ഈ കണക്ക്. ഏപ്രിലിലെ കണക്കിൽ കുറവ് വരുത്തിയിട്ടുമുണ്ട്. തൊഴിലവസരം കുറയുന്ന സാഹചര്യത്തിൽ യുഎസ് ഫെഡ് അടിയന്തരമായി പലിശ കുറയ്ക്കണമെന്നു പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടു. എന്നാൽ ഫെഡ് അതിന് തയ്യാറില്ല. ഡൗ ജോൺസ് സൂചിക ബുധനാഴ്ച 91.90 പോയിന്റ് 0.22% താഴ്ന്ന് 42,427.74 ക്ലോസ് ചെയ്തു. S&P 100 സൂചിക 0.44 പോയിന്റ് 0.01% നേട്ടത്തോടെ 5,970.81 അവസാനിച്ചു. നാസ്ഡാക്ക് കോമ്പസിറ്റ് 61.53 പോയിന്റ് 0.32% ഉയർന്ന് 19,460.49 യുഎസ് ഫ്യൂച്ചേഴ്സ് നേരിയ താഴ്ചയിലാണ്. ഡൗ 0.09 S&P 0.11 നാസ്ഡാക്ക് 0.13% താഴ്ന്നു നിൽക്കുന്നു. ഏഷ്യൻ വിപണികൾ ഇന്നു ഭിന്ന ദിശകളിലാണ്. ജപ്പാനിൽ നിക്കൈ നാമമാത്രമായി താഴ്ന്നു. ഹോങ്കോങ്, ചൈനീസ് വിപണികൾ ഉയർന്നു വ്യാപാരം തുടങ്ങി. ആശ്വാസറാലിയിൽ ഇന്ത്യ. അനിശ്ചിതത്വവും ആശങ്കകളും വിട്ടുമാറുന്നില്ലെങ്കിലും ഇന്ത്യൻ വിപണി ഇന്നലെ മുന്നേറ്റത്തിലായി. വിദേശ ഫണ്ടുകൾ വാങ്ങുകാരായതുതന്നെ പ്രധാന കാരണം. കറൻസി വിപണിയിൽ രൂപ ദുർബലമായെങ്കിലും ഓഹരികളെ അത് ബാധിച്ചില്ല. റിയൽറ്റി ഒഴികെ എല്ലാ വ്യവസായ മേഖലകളും ഇന്നലെ ഉയർന്നു. റെയിൽവേ ഓഹരികൾ ഇന്നലെ മികച്ച കുതിപ്പ് നടത്തി. ഇർകോൺ 14, റെയിൽടെൽ 12, RVNL 6.9, ടെക്സ്മാഗോ 8% ഉയർന്നു. റെയിൽവേ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നു എന്ന സൂചനയിലാണിത്. അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്രയെ പാപ്പർ നടപടികളിലേക്കു നീക്കിയ കമ്പനി നിയമ ട്രൈബ്യൂണൽ ഉത്തരവ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. ഓഹരി 11.11% ഉയർന്ന് 380 രൂപയായി. സെൻസെക്സ് ഇന്നലെ 81,087 വരെ ഉയർന്നെങ്കിലും 81,000 തൊട്ടു താഴെ ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികൾ നടത്തിയ മികച്ച മുന്നേറ്റമാണ് വിപണിക്ക് ഉണർവ് പകർന്നത്. ഫ്ലിപ്കാർട്ട് ആദിത്യ ബിർള ഫാഷനിലെ 6% ഓഹരി വിറ്റു. ഓഹരി ഒന്നിന് 80 രൂപ 32 പൈസ വച്ചായിരുന്നു വിൽപ്പന. ആദിത്യ ബിർള ഫാഷൻ ഓഹരി 11% ഇടിഞ്ഞു. ഹെൽത്ത് കെയർ ടെക്നോളജി 6 മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇൻഡിജീൻ ലിമിറ്റഡിൽ നിന്നു പ്രൈവറ്റ് ഇക്വിറ്റി കാർലൈൽ പിന്മാറി. 10.2% ഓഹരി ഒന്നിന് 591 രൂപ വച്ചു വിറ്റു. ഇൻഡിജീൻ ഓഹരി 4.7% താഴ്ന്നു. കെയൻസ് ടെക്നോളജിയുടെ പ്രൊമോട്ടർ രമേശ് കുഞ്ഞിക്കണ്ണൻ 1.7% ഓഹരി ഒന്നിന് 5,551 രൂപ വച്ചു വിറ്റു. ഓഹരി 1% താഴ്ന്നു. ബുധനാഴ്ച നിഫ്റ്റി 77.70 പോയിന്റ് 0.32% ഉയർന്ന് 24,620.20 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 260.74 പോയിന്റ് 0.32% കയറി 80,998.25 വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റി 76.90 പോയിന്റ് 0.14% ഉയർന്ന് 55,676.85 അവസാനിച്ചു. മിഡ് ക്യാബ് 100 സൂചിക 407.55 പോയിന്റ് 0.71% കുതിച്ച് 57,924.65 സ്മോൾ ക്യാബ് 100 സൂചിക 142.95 പോയിന്റ് 0.79% കയറി 18,257.10 ക്ലോസ് ചെയ്തു.
വിശാല വിപണിയിലെ കയറ്റ ഇറക്ക അനുപാതം കയറ്റത്തിന് അനുകൂലമായി. ബിഎസ്ഇയിൽ 2027 ഓഹരികൾ ഉയർന്നപ്പോൾ 1993 ഓഹരികൾ ഇടിഞ്ഞു. എൻഎസ്ഇയിൽ ഉയർന്നത് 1650 എണ്ണം, താഴ്ന്നത് 1236 ഓഹരികൾ. എൻഎസ്ഇയിൽ 58 ഓഹരികൾ 52 ആഴ്ചയിലെ ഉയർന്ന വിലയിലെത്തിയപ്പോൾ താഴ്ന്ന വിലയിലെത്തിയത് 30 എണ്ണമാണ്. 105 ഓഹരികൾ അപ്പർ സർക്യൂട്ടിൽ എത്തിയപ്പോൾ 62 എണ്ണം ലോവർ സർക്യൂട്ടിലെത്തി. വിദേശ നിക്ഷേപകർ ബുധനാഴ്ച ക്യാഷ് വിപണിയിൽ 1076.18 കോടി രൂപയുടെ അറ്റവാങ്ങൽ നടത്തി. സ്വദേശി ഫണ്ടുകൾ 2566.82 കോടി രൂപയുടെ ഓഹരികളും വാങ്ങി. നിഫ്റ്റി 24,500-ൽ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് മുന്നേറ്റത്തിനു ശ്രമിക്കും. 24,700-ലും 24,850-ലും തടസ്സം നേരിടാം. ഇന്നു നിഫ്റ്റിക്ക് 24,550-ഉം 24,485-ഉം പിന്തുണയാകും. 24,670-ലും 24,715-ലും തടസ്സമുണ്ടാകാം. സ്വർണം കയറുന്നു. ഡോളറിന്റെ ദൗർബല്യവും വാണിജ്യയുദ്ധ ഭീഷണിയും രാജ്യാന്തര സംഘർഷഭീതിയും സ്വർണത്തെ ഉയർത്തുകയാണ്. ഇന്നലെ ഔൺസിന് $20.90 ഉയർന്ന് 3,374.70 ക്ലോസ് ചെയ്ത സ്വർണം ഇന്നു രാവിലെ $3,380 വരെ കയറിയിട്ട് താഴ്ന്നു. വില ഇനിയും കയറുമെന്നാണ് സൂചന. യുഎസിൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ വർധന പ്രതീക്ഷിച്ചതിലും വളരെ കുറവായത് പലിശ കുറയ്ക്കൽ സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഡോളറിനെ ദുർബലമാക്കും. കേരളത്തിൽ ബുധനാഴ്ച സ്വർണം പവന് 80 രൂപ കൂടി 72,720 രൂപയിലെത്തി. വെള്ളിവില ഔൺസിന് $34.42. ബുധനാഴ്ച വ്യാവസായിക ലോഹങ്ങൾ കയറ്റത്തിലായിരുന്നു. ചെമ്പ് 0.32% ഉയർന്ന് ടണ്ണിന് $9,673.35 അലൂമിനിയം 1.08% കയറി $2,486.35 ആയി. സിങ്ക്, ലെഡ്, നിക്കൽ, ടിൻ എന്നിവ ഉയർന്നു. റബ്ബർ രാജ്യാന്തര വിപണിയിൽ കിലോഗ്രാമിന് 1.45% ഉയർന്ന് 161 ആയി. കൊക്കോ 0.51% കയറി ടണ്ണിന് $9,804.33 ആയി. കാപ്പി 1.65% ഉയർന്നപ്പോൾ തേയില നാമമാത്രമായി താഴ്ന്നു. ഡോളർ സൂചിക താഴോട്ട്. ഡോളർ വീണ്ടും താഴോട്ട് നീങ്ങി. യുഎസ് തൊഴിൽ വർധന കുറഞ്ഞതാണ് കാരണം. ഡോളർ സൂചിക താഴ്ന്ന് 98.79-ൽ ക്ലോസ് ചെയ്തു. സൂചിക ഇന്നു രാവിലെ 98.76-ലാണ്. കറൻസി വിപണിയിൽ ഡോളർ ദുർബലമായി. ഒരു യൂറോ 1424 ഡോളറിലേക്കു കയറി. ഒരു പൗണ്ട് 3555 ഡോളറിലാണ്. ജാപ്പനീസ് യെൻ ഡോളറിന് 142.83 yen എന്ന നിരക്കിലേക്ക് കയറി. യുഎസ് 10 വർഷ കടപ്പത്രങ്ങളിലെ നിക്ഷേപ നേട്ടം 4.367%-ലേക്കു താഴ്ന്നു. യുഎസ് പലിശ കുറക്കാനുള്ള സാധ്യത വിപണി കാണുന്നു. ഡോളറിന്റെ ദൗർബല്യം ഇന്നലെ രൂപയ്ക്കു സഹായമായില്ല. ബുധനാഴ്ച ഡോളർ 86 രൂപ 3 വരെ ഉയർന്നതാണ്. റിസർവ് ബാങ്ക് ഇടപെട്ടാണു ഡോളറിനെ 85.90 രൂപയിൽ ക്ലോസ് ചെയ്യിച്ചത്. തലേന്നത്തേക്കാൾ 31 പൈസ കൂടുതലാണിത്. ചൈനയുടെ കറൻസി ഒരു ഡോളറിന് 7.20 യുവാൻ എന്ന നിലയിൽ തുടരുന്നു. ക്രൂഡ് ഓയിൽ താഴുന്നു. ക്രൂഡ് ഓയിൽ വില അല്പം താഴ്ന്നു. ബ്രാൻഡ് ഇനം ക്രൂഡ് ഇന്നലെ ബാരലിന് $64.86 ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ ബ്രാൻഡ് ഇനം 64.82-ഉം WTI 62.72-ഉം മർബൻ ക്രൂഡ് 64.60-ഉം ഡോളറിലാണ്. ക്രിപ്റ്റോകൾ താഴ്ചയിൽ. ക്രിപ്റ്റോ കറൻസികൾ വീണ്ടും താഴ്ന്നു. ബിറ്റ് കോയിൻ $1.049 ലക്ഷം ഡോളറിലേക്കു താഴ്ന്നു. ഈതർ $2,600 തുടരുന്നു. വിപണി സൂചനകൾ. 2025 ജൂൺ 4 ബുധൻ. സെൻസെക്സ് 30,89,998.25 പ്ലസ് 0%. നിഫ്റ്റി 50 24,620.20 പ്ലസ് 0%. ബാങ്ക് നിഫ്റ്റി 55,676.85 പ്ലസ് 0%. മിഡ് ക്യാബ് 100 57,924.65 പ്ലസ് 0%. സ്മോൾ ക്യാപ് 100 18,257.10 പ്ലസ് 0%. ഡൗ ജോൺസ് 42,427.74 മുതൽ 0.22% വരെ. S&P 5,970.81 പ്ലസ് 0%. നാസ്ഡാക്ക് 19,460.49 പ്ലസ് 0%. ഡോളർ 85 രൂപ 90 പൈസ പ്ലസ് രൂപ 0.31. സ്വർണം ഔൺസ് $3,374.70 പ്ലസ് $20.90. സ്വർണം പവൻ 72,720 രൂപ പ്ലസ് രൂപ 80. ക്രൂഡ് ബ്രാൻഡ് ഓയിൽ $64.86 77 സെന്റ്.